ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നാളെ നമ്മുടെ ഇന്ത്യയുടെ 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷം നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഫ്ലാഗൊക്കെ റെഡിയായിട്ട് അതങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയായിരിക്കില്ലേ. അപ്പോൾ നമുക്കിന്നൊരു കുഞ്ഞ് ഫ്ലാഗ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളിന്ന് ഫ്ലാഗ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു കവറിൽ നിന്നാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതുപോലെ നമ്മുടെ ഫ്ലാഗിൻ്റെ ടോപ്പ് മോസ്റ്റിൽ കൊടുക്കാനായിട്ടുള്ള കുങ്കുമ നിറം, അതിന് ആപ്റ്റായിട്ടുള്ള നിറം തപ്പിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാക്കും വേണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതൊരു കവറിൽ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കളറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ 3 കളേഴ്സ് നമ്മൾ ഇതിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കറക്റ്റ് പ്രപ്പോർഷനിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ സ്കൂൾ ടൈമിൽ ആഘോഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ എല്ലാവരും കൂടിയിട്ട് പോകും, നേരത്തെ പോയിട്ട് ഇതാ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കിട്ടും. പിന്നെ ആരെങ്കിലും ഇതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളോ അതിൽ പങ്കെടുത്ത ആൾക്കാരുടെയൊക്കെ കുറച്ച് സ്പീച്ചസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ റാലി ഉണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷത്തിൻ്റെ ഓരോ ഓർമ്മകളല്ലേ. നിങ്ങളുടെ എന്തൊക്കെയാണ്? അതുപോലെ നമുക്ക് എല്ലാവർക്കും വീട്ടിലും ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണല്ലേ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഓർമ്മയുണ്ട്. എല്ലാ വർഷവും ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ ഫ്ലാഗ് ഉയർത്താറുണ്ട്. അത് വൈകുന്നേരം 6 മണി വരെ അതുപോലെ ഉയർത്തും. അപ്പോൾ അതും ഒരു ചെറിയൊരു ഓർമ്മയുടെ ഭാഗമാണ്. അപ്പോൾ അത് പറഞ്ഞു തരുമ്പോഴേക്കും നമ്മുടെ ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പഴയ ബ്രഷിൻ്റെ ഒരു സ്റ്റണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനിത് അതുപോലെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു അശോക ചക്രത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അത് ഞാനിതാ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കലക്കിയില്ലേ നമ്മുടെ ഈ വർഷത്തെ ഫ്ലാഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു ജയ് ഹിന്ദ് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ്.